നമസ്കാരം, ഞാൻ അഭിമന്യു. നിങ്ങളുടെ മാർക്കോ എന്ന ഫിലിമിലെ റസൽ ടോണി ഐസക് എന്ന കഥാപാത്രം ചെയ്തത് ഞാനാണ്. ഇത് കൊല്ലം അലിൻഡ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിയാണ്. മാർക്കോ എന്ന ഫിലിമിലെ ഏതാനും കുറേ ലൊക്കേഷനുകളിൽ ഫിലിമിലെ ഇൻട്രോയും ക്ലൈമാക്സും ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഒരുപാട് മെമ്മറീസ് ഉണ്ട് എനിക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്. എസ്പെഷ്യലി ആസിഡിൽ കൊല്ലുന്ന പോർഷൻസും പിന്നെ എക്സ്പ്ലോഷൻസ്, ബാക്കി കാണുന്ന അവിടെയാണ് എക്സ്പ്ലോഷൻസ് നടന്നത്. മാർക്കോടെ എൻട്രിക്ക് വരുമ്പോൾ എക്സ്പ്ലോഷൻസ് നടക്കുന്നത് അവിടെ ആയിരുന്നു. പിന്നെ ആസിഡിൽ ഉള്ള സീനുകൾ, പിന്നെ ഫൈറ്റ്, ഗൺ സീൻസ്, മിനി ഗൺ സീൻസ്, അതെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതും ഇത്രയും വലിയൊരു ഫിലിമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, ഒരു ഫിലിമിൻ്റെ ഭാഗം കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ ഫിലിം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പ്രേക്ഷകർ ഇത് ഏറ്റെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടുത്തെ മെമ്മറീസ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ. പ്രത്യേകിച്ച് ഈ പ്രത്യേക ലൊക്കേഷനിൽ ഏകദേശം ഒരു 12 ദിവസത്തോളം നമ്മളിവിടെ ഷൂട്ട് ചെയ്തു. അതിൽ ക്ലൈമാക്സ് ഫൈറ്റ്, അതായത് റസലും മാർക്കോയും സൈറസും തമ്മിലുള്ള ഫൈറ്റ് ഷൂട്ട് ചെയ്ത് അവസാനത്തെ 33 മണിക്കൂർ എടുത്തിട്ടാണ്, കണ്ടിന്യൂസ് 33 hours എടുത്തിട്ടാണ് ആ ഫൈറ്റ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ നിന്ന് കഷ്ടപ്പെട്ട് തന്നെയാണ് ആ ഫൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആദ്യമായി ഈ പറഞ്ഞ ക്യാമറയുടെ മുന്നിൽ ആ നിൽക്കുന്ന സമയത്ത് ആ ഡയലോഗ് പറയാനും ഇതിനൊക്കെ ആ സമയത്ത് ഒരു സ്റ്റേജ് ഫിയർ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു? തീർച്ചയായും ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് സീൻ ആക്ച്വലി ഡയലോഗൊന്നും ഇല്ല. പിന്നെ ഒരു വണ്ടിയുടെ മുള്ളിൽ ചാടി വരുന്നൊരു സീനായിരുന്നു. അതിനകത്ത് ഡയലോഗൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ആ റിയാക്ഷൻ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അതൊരു 6-7 സീൻ, അങ്ങനെ 6 ടേക്ക് ഇതുപോലെ പോയിരുന്നു. എന്നിട്ടാണ് അതെനിക്കൊന്ന് കറക്റ്റായി വന്നത്. അപ്പോഴും ഇതുപോലെ ഉണ്ണിച്ചേട്ടനും ഹനീഫ് സാർ ഓടി വന്ന് പറഞ്ഞിട്ട് റിലാക്സ്, കുറച്ച് കൂളായിട്ട് ഒന്ന് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഓക്കെ. പിന്നെ ഞാൻ വളരെ സമാധാനത്തിൽ ഞാനൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം സമാധാനത്തിൽ ഞാനതങ്ങ് ചെയ്ത് ആ ഫ്ലോയിലങ്ങ് പോയി. ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചോ? വീഴുമ്പോഴൊക്കെ നമുക്ക് ഓഫ് കോഴ്സ് അവിടെ ഇവിടെയൊക്കെ വേദനിക്കും. പക്ഷെ അത് കാര്യമൊക്കത്തില്ല. അന്നേരം നമുക്ക് ആ ഷോട്ട് റെഡിയാക്കുക, ആ ഷോട്ട് നല്ല ഭംഗിയിലായി വരിക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് നമ്മളതങ്ങ് അന്നേരം ഒന്ന് ഫയറിങ്ങിലൊക്കെ എന്തൊക്കെയോ പറ്റിയെന്നൊക്കെ എങ്ങനെ? ഫയറിങ്ങിൽ ആ ഒരു വീട്ടിലോട്ട് വെടിവെച്ച് കയറുന്ന ഒരു സീനിൽ എൻ്റെ സൈഡിൽ നിന്ന് ആ ഗുണ്ടകളും അവരെല്ലാം ഓടി വെടിവെച്ച് പോകും. അപ്പോൾ ഈ വെടിവെച്ച് കഴിയുമ്പോൾ ഷെല്ല് പുറത്ത് ചാടി വരുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ പോയപ്പോൾ ഈ തോക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഷെല്ല് താടി വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് എൻ്റെ ചുണ്ടി വന്ന് ചാടി വന്ന് ആ ബുള്ളറ്റ് പോയി കഴിയുമ്പോൾ കേസിങ് ചാടി വരുമല്ലോ. അത് താടി വന്ന് എൻ്റെ ചുണ്ടത്ത് 2 ചുണ്ടത്ത് മുഖത്തൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ ചുണ്ടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി ഒന്ന് ബ്ലാക്കായിട്ട് വന്നിരുന്നു. അതേ ഉള്ളൂ. എന്താണ് കൈരളി പ്രേക്ഷകരോട് അബിക്ക് പറയാനുള്ളത്? മാർക്കോ ആയിട്ടും അഭിമന്യുമായിട്ട്, മാർക്കോ അല്ല റസലായിട്ടും അഭിമന്യുമായിട്ട് എന്താ പറയാനുള്ളത്? എന്നെ ഈ പറയുന്ന പോലെ എൻ്റെ അച്ഛനെയും അച്ഛനെയും നിങ്ങൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എന്നെയും സപ്പോർട്ട് ചെയ്യണം. ആദ്യത്തെ പടമാണ്, മിസ്റ്റേക്സ് ഒരുപാടുണ്ടായിട്ടുണ്ട് എനിക്ക്. അതെല്ലാം അതിൻ്റെതായ രീതിയിലേ കാണാവുള്ളൂ. ഇനി അടുത്ത വരുന്ന എനിക്ക് കിട്ടാൻ പോകുന്ന ഭാവിയിലുള്ള റോൾസ് വെച്ചിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇനിയും എന്നും എനിക്കുണ്ടാവണം. നമ്മൾ ഈ അഭിമന്യു നിൽക്കുന്ന ഈ സ്ഥലം, അതായത് കൊല്ലത്തെ കുണ്ടറ അലിൻഡ് ഫാക്ടറി. കുണ്ടറ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വ്യവസായശാലയാണ്, വ്യവസായ മേഖല കൂടിയാണ് കുണ്ടറ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഈ ഫാക്ടറിയിൽ വെച്ച് തന്നെ പണ്ട് നങ്കൂരം എന്ന് പറയുന്ന സിനിമ, പ്രശസ്തമായ മീൻ എന്ന് പറയുന്ന സിനിമ, മാസ്റ്റർ പീസ്, അതേപോലെ കൽക്കി, ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മുടെ ഏറ്റവും ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയിരിക്കുന്ന 100 കോടി ക്ലബിൽ താമസിയാതെ ഇടം നേടാൻ പോകുന്ന നമ്മുടെ മാർക്കോ, ആ ഫിലിമിൻ്റെ വിജയവും ഇവിടുന്ന് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. കൊല്ലത്ത് പണ്ടൊക്കെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്ങിന്. ഇപ്പം അതൊക്കെ മാറി കൊല്ലത്തിൻ്റെ നല്ല കാലവും കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.